കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ ചോറ്റാനിക്കരയിലുള്ള പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചി നഗരഹൃദയത്തിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറി തൃപ്പൂണിത്തുറ പട്ടണത്തിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ ചോറ്റാനിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രമാണ്. ജഗദീശ്വരിയായ ആദിപരാശക്തിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ചോറ്റാനിക്കരയമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിയെ മഹാലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണുവിനൊപ്പമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിന് ഇവിടെ പ്രത്യേക പ്രാധാന്യമുണ്ട്. കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെയുണ്ട്. പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഇത് തന്മൂലം കീഴ്ക്കാവ് എന്നറിയപ്പെടുന്നു. ഭഗവതിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇക്കാരണത്താലാണ് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന പ്രസിദ്ധമായ നാമങ്ങൾ ഇവിടെ ഉടലെടുത്തത്. 3 പ്രധാന ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും ദേവിയെ ആരാധിക്കുന്നത്. അതിനാൽ 3 രീതിയിലുള്ള അലങ്കാരവും 3 രീതിയിലുള്ള പ്രത്യേക പൂജയും ഇവിടുത്തെ പ്രത്യേകതയാണ്. വെള്ളവസ്ത്രം ധരിച്ച് വിദ്യാസ്വരൂപിണിയായ മഹാസരസ്വതിയായി, അതായത് കൊല്ലൂർ മൂകാംബികാദേവിയായി പ്രഭാതത്തിലും, ചുവന്ന വസ്ത്രം ധരിച്ച് ശ്രീ ഭദ്രകാളി അമ്മയായി ഉച്ചയ്ക്കും, നീലവസ്ത്രം ധരിച്ച് ദുർഗാ പരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കുന്നു. കൂടാതെ സമ്പത്തിൻ്റെ ഭഗവതിയായ മഹാലക്ഷ്മിയായും ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുള്ളതിനാൽ പാർവതീദേവിയായും സങ്കല്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഭഗവതിയുടെ പ്രധാനപ്പെട്ട 5 ഭാവങ്ങളിൽ ആരാധിക്കുന്നതിനാൽ ചോറ്റാനിക്കരയമ്മയെ രാജരാജേശ്വരി അഥവാ ആദിപരാശക്തി ഭാവത്തിലാണ് ആരാധിക്കുന്നത്. മാനസിക രോഗങ്ങളും സ്വഭാവദൂഷ്യങ്ങളും തീരാത്ത ദുഃഖങ്ങളും ചോറ്റാനിക്കരയമ്മ പരിഹരിക്കുമെന്നാണ് വിശ്വാസം. തന്മൂലം ദുരിതമനുഭവിക്കുന്ന നിരവധി ഭക്തർ ഇവിടെ ഭജനം പാർക്കാൻ എത്താറുണ്ട്. പുരാതന കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര. ശബരിമലയും ഗുരുവായൂരും ആറ്റുകാലും കൊടുങ്ങല്ലൂരും പോലെ ഏറ്റവും അധികം ഭക്തർ ദർശനത്തിനെത്തുന്ന ഒരു കേരളീയ ക്ഷേത്രമാണ് ചോറ്റാനിക്കര. ചോറ്റാനിക്കരയിൽ മേൽക്കാവ്, കീഴ്ക്കാവ് എന്നിങ്ങനെ 2 ക്ഷേത്രങ്ങളുണ്ട്. കീഴ്ക്കാവ് പ്രധാന ക്ഷേത്രത്തിൻ്റെ താഴെയായി സ്ഥിതി ചെയ്യുന്നു. ആദിപരാശക്തിയുടെ മറ്റൊരു ഭാവമായ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലമ്മ. ഇവിടെയാണ് ഗുരുതി പൂജ എന്ന പ്രസിദ്ധമായ വഴിപാട് നടക്കുന്നത്. ബ്രഹ്മാവ്, ശിവൻ, ഗണപതി, ധർമ്മശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, ജ്യേഷ്ഠാ ഭഗവതി, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. ഇവരിൽ ശാസ്താവിന് ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചു കാണുന്നു. ഭഗവതിയുടെ അംഗരക്ഷകൻ്റെ ഭാവമാണ് ശാസ്താവിന് ഇവിടെയുള്ളത്. അതിനാൽ ശബരിമല തീർത്ഥാടകർ ഇവിടെ ധാരാളമായി സന്ദർശിച്ചു കാണുന്നു. കുംഭമാസത്തിൽ രോഹിണി നാളിൽ കൊടിയേറി ഉത്രം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന 9 ദിവസത്തെ ഉത്സവവും ഇതിനിടയിൽ വരുന്ന മകം, പൂരം, തൊഴലുകളുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. കൂടാതെ കന്നിമാസത്തിലെ നവരാത്രി, വിദ്യാരംഭം, വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക എന്നിവ ഇവിടെ വിശേഷ ദിവസങ്ങളാണ്. മേൽക്കാവിലമ്മയുടെ പ്രധാന വഴിപാടാണ് മണ്ഡപത്തിൽ പാട്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന ബ്രാഹ്മണിപ്പാട്ടാണ് പ്രധാന ചടങ്ങ്. ബ്രാഹ്മണിയമ്മ എന്ന സ്ഥാനപ്പേരുള്ള സ്ത്രീ നടത്തുന്ന പാട്ടായതുകൊണ്ടാണ് ഇത് ബ്രാഹ്മണിപ്പാട്ട് എന്നറിയപ്പെടുന്നത്. ബ്രാഹ്മണിപ്പാട്ടിനോടൊപ്പം ഉദയാസ്തമന പൂജ, ഗുരുതി പൂജ, അന്നദാനം, ചുറ്റുവിളക്ക്, നിറമാല എന്നിവയും മണ്ഡപത്തിൽ പാട്ട് എന്ന വഴിപാടിൽ ഉൾപ്പെടുന്നു. ചോറ്റാനിക്കര കീഴ്ക്കാവിലമ്മയുടെ പ്രധാന വഴിപാടാണ് ഗുരുതി പൂജ. കടുത്ത ദുരിതങ്ങളും മാനസിക പ്രശ്നങ്ങളും രോഗങ്ങളും പരിഹരിക്കാനാണ് ഈ വഴിപാട് എന്നാണ് വിശ്വാസം. മേൽക്കാവിൽ അത്താഴ ശീവേലി കഴിഞ്ഞ് നടയടച്ച ശേഷമാണ് കീഴ്ക്കാവിൽ ഗുരുതി പൂജ നടക്കുന്നത്. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. പല പല കാരണങ്ങൾ കൊണ്ടും ഭജനമിരിക്കാൻ നിരവധി ആളുകൾ വരാറുണ്ട്. വിശേഷിച്ചും മാനസികാസ്വാസ്ഥ്യമുള്ളവർ. ഭജനമിരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഭജനം തുടങ്ങുന്നതിന് തലേദിവസം തന്നെ വന്ന് ദർശനം നടത്തേണ്ടതും ക്ഷേത്രത്തിലെ എല്ലാ പൂജകളിലും പങ്കുകൊള്ളേണ്ടതുമാണ്. ഭജനമിരിക്കുന്ന കാലയളവിൽ ക്ഷേത്രത്തിലെ അന്നദാനവും നിവേദ്യവും മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ. ദേവീ മഹാത്മ്യം, ലളിതാ സഹസ്രനാമം, മഹാലക്ഷ്മി അഷ്ടകം,
കനകധാരാ സ്തോത്രം, ദേവീ സൂക്തം, ഭദ്രകാളിപ്പത്ത്, അമ്മേ നാരായണ തുടങ്ങിയവയുടെ ജപം ഉത്തമം എന്ന് വിശ്വാസം. ഉത്സവ ദിവസങ്ങളിൽ ദേവി ശാസ്താവിനൊപ്പം പറയെടുക്കാൻ പോകുമെന്നതിനാൽ ഭജനമിരിക്കാൻ സാധിക്കുന്നതല്ല. ചോറ്റാനിക്കര അമ്മയുടെ പ്രധാന നിവേദ്യം ചതുശതം എന്നു പേരുള്ള ഒരു പായസമാണ്. മഹാവിഷ്ണുവിന് പ്രധാനം പാൽപ്പായസമാണ്. ഭഗവതിക്ക് പട്ടും താലിയും ചാർത്തുന്നത് മറ്റൊരു പ്രധാന വഴിപാടാണ്. മംഗല്യഭാഗ്യത്തിന് വേണ്ടിയാണ് ഈ വഴിപാട് കഴിക്കുന്നത്. ഉണ്ട ശർക്കര സമർപ്പണം ഇവിടുത്തെ മറ്റൊരു പ്രധാന വഴിപാടാണ്. ചോറ്റാനിക്കര ഭഗവതി ശർക്കരപ്രിയയാണെന്നാണ് വിശ്വാസം. ഇതിന് പ്രത്യേക രസീത് എടുക്കേണ്ട ആവശ്യമില്ല. ഭക്തർ കൊണ്ടുവരുന്ന ശർക്കര നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. നെയ്പായസം, കടുംപായസം, കൂട്ടുപായസം, വിവിധ മന്ത്രങ്ങൾ കൊണ്ടുള്ള പുഷ്പാഞ്ജലികൾ, ചന്ദനം ചാർത്ത്, വിവാഹം, ചോറൂണ്, തുലാഭാരം, നാഗദൈവങ്ങൾക്ക് നൂറും പാലും, എല്ലാ മാസവും ആയില്യം നാളിൽ വിശേഷാൽ നാഗപൂജയും, കന്നിമാസത്തിലെ ആയില്യത്തിന് സർപ്പബലിയും സർപ്പം പാട്ടും, ഗണപതി ഭഗവാന് എല്ലാ ദിവസവും ഗണപതി ഹോമവും, ശാസ്താവിന് നീരാജനം, ശിവന് ധാര, രുദ്രാഭിഷേകം, മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ അർച്ചന തുടങ്ങിയവ പ്രധാന വഴിപാടുകളാണ്. വെടി വഴിപാട് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മറ്റൊരു വഴിപാടാണ്. മനം നിറഞ്ഞ അമ്മയെന്ന് വിളിക്കുന്ന എല്ലാ ഭക്തരെയും അമ്മ തൻ്റെ മാതൃവാത്സല്യത്താൽ സംരക്ഷിക്കുമെന്നത് നിസ്സംശയം എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു.